ആവീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് പല സമയത്തായിട്ട് പല ആവീസിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായല്ലോ നമ്മളിങ്ങനെ ഓരോ ഹോട്ടൽ കാണുന്നു. ഇപ്പം നമ്മുടെ പാലാരിവട്ടത്തെ ചേച്ചിമാരുടെ കട, പിന്നെ മാത, അതും പാലാരിവട്ടത്താ, പൈപ്പ് ലൈൻ റോഡിൻ്റെ അവിടെ കണ്ട മാത ഹോട്ടല്. പിന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഏട്ടൻ്റെ തട്ടുകട, ഇങ്ങനെ ടോൾ തട്ടുകട, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാറ്. അപ്പോൾ ഈ വഴി നമ്മൾ എന്താ പറയണ്ട, ഈ യാത്ര ചെയ്യുന്നതിനിടെ ഞാൻ പ്രത്യേകം ഈ ആവീസ് കിച്ചണിൽ വന്ന് കഴിക്കാറുണ്ട്. വേറെ ഇടയ്ക്ക് എടുത്തു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കഴിക്കാനായിട്ട്. ഒരു ആവറേജ് എന്താ പറയുക, അതുപോലെ തന്നെ ആവറേജ് നല്ല പറയണ്ട, ഫുഡ് ക്വാളിറ്റി നല്ലതാണ്. പിന്നെ റേറ്റൊക്കെ അങ്ങനെ ഭയങ്കരമായ റേറ്റൊന്നും ഇല്ല, നൈസായിട്ടൊക്കെ നല്ലൊരു ക്വാളിറ്റി ഫുഡ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ ഇതൊരു പോകുമ്പോൾ കയറാറുണ്ട്. ഞങ്ങൾ പ്രത്യേകം ആലപ്പുഴ വന്ന് കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിലെ ആവീസിൽ കയറി, എല്ലായിടത്തും ഒരു നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് അപ്പോ ഞാനിങ്ങനെ ആലോചിക്കാന്ന്, ഇത്ര വർഷങ്ങൾ കഴിച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു സുപ്രഭാതി രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് സൂപ്പറ കണ്ടപാടെ ഓടിച്ചെന്ന് 10-100 ഹോട്ടലിൽ കയറി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് പറയുന്നതല്ല. ഞാനങ്ങനെ എപ്പോഴും ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആളല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ല, വല്ലപ്പോഴും ഇങ്ങനെ പറയത്തില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം കാണത്തുള്ളൂ. ഇവരുടെ ഒന്നും വ്ളോഗൊന്നും ആരും ചെയ്ത് കണ്ടിട്ടില്ല. കാരണം ഇവരതിനൊന്നും അങ്ങനെ പൈസ കൊടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഈ ഫുഡ് വ്ളോഗേഴ്സിനെ കൊണ്ട് വ്ളോഗ് ചെയ്യിച്ചിട്ട് വേണ്ട എന്നുള്ള രീതിയിലത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ അധികം പേര് ചെയ്യുന്നത് കണ്ടിട്ടില്ല. എനിക്ക് അറിയത്തില്ല ചെയ്തിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ഒക്കെ. ആദ്യമൊക്കെ കാലത്ത് ഈ ഫുഡ് വ്ളോഗേഴ്സ് തുടങ്ങിയ സമയത്തൊക്കെ ചിലപ്പോൾ ഇതുവഴി വന്ന് കയറി കാണും, എന്തെങ്കിലും നക്കാപ്പിച്ച് മേടിച്ചിട്ടോ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തപ്പോഴോ വല്ലതും മേടിച്ച് അവർ ചിലപ്പോൾ വല്ലതും ചെയ്ത് കാണും. അതുകൊണ്ട് അങ്ങനെയല്ല ഇത്. നമ്മൾ ഒത്തിരി നാളായിട്ട് കഴിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കടകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ. ഇവിടെ അടിപൊളി ഫുഡായിരിക്കും, റേറ്റും ഒരു മീഡിയം റേറ്റ് ആയിരിക്കും. അത് കുറഞ്ഞ റേറ്റ് ഒന്നും ആയിരിക്കത്തില്ല. മാത അത്യാവശ്യം ചീപ്പാ അല്ലേ, പക്ഷെ നല്ല ഹൈ ക്വാളിറ്റി ഫുഡാണ്. ചേച്ചിമാരുടെ കടയും ഡീസന്റ് ഫുഡും നീറ്റ്, ഇത് പറഞ്ഞ പോലെ റേറ്റും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. അതിനകത്ത് പിന്നെ വേറെ ഏത് ഹോട്ടലാണ് ഞാൻ പറഞ്ഞേ, പിന്നെ ഇവര് ആവീസ്, അങ്ങനെ വളരെ കുറച്ച് കടകളെ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു കുറെ നാളത്തെ അനുഭവം കൊണ്ട് പറയുന്ന, അല്ലാതെ ഇതൊരു വ്ളോഗായിട്ട് കൂട്ടൊന്നും വേണ്ട. ഇതൊക്കെ ഒരു അഭിപ്രായം. മോഹൻലാലിനെ പറ്റിയൊക്കെ പറയത്തില്ലെന്നേ, കുറെ നാളുകൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മോഹൻലാലിനെ പറ്റി പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞവരങ്ങ് കരുതിയാൽ മതി. മമ്മൂട്ടിയെ പറ്റി പറയാറില്ലേ അത്.